നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുൺ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ ജീവനോടെ വെക്കില്ല ഞാൻ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആ വിഗ്രഹം താഴെ വീണ് ഉടയാനുള്ളത്. പ്രിയങ്ക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കുറച്ചു മുൻപേ പറഞ്ഞല്ലോ സ്ത്രീകളുടെ സ്വഭാവം. ആ ശരിയാ, ഞാൻ അല്പം സ്വാർത്ഥതയും അസൂയൊക്കെ ഉള്ളവളാ. നിങ്ങളെ സ്നേഹിക്കുന്നവളെന്ന് പറഞ്ഞാലേ എന്നെ കബളിപ്പിച്ചോളന്നല്ലേ. അപ്പൊ പിന്നെ അവളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ? പറഞ്ഞ കരാറിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറണ്ട. മാറി അങ്ങനെ പോയാ എന്റെ പെരുമാറ്റം നീ സഹിക്കില്ല. നമുക്ക് കാണാം. എന്നെ മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരെയും വിട്ടികളാക്കല്ലേ. ആ, ഇത് എത്ര ദൂരം മുന്നോട്ട് പോകുന്ന ഞാൻ കാണിച്ചു തരാം. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം പോകും. അതിൽ നിനക്കൊരു സംശയം വേണ്ട. എന്താ എന്താ ഇവിടെ നിൽക്കുന്ന? അത് നിങ്ങൾ ഉറങ്ങിയോന്നറിയാം. നാണമില്ലേ ഏട്ടത്തിക്ക് അനുജന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ? അല്ല, ഞാനേ വരുൺ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സൂര്യയുടെ ഒരു കാര്യം പറയാൻ വന്നായിരുന്നു. എങ്കിൽ ചെന്ന് പറയാൻ. അല്ലെങ്കിലേ ഇപ്പൊ വേണ്ട, ഞാനേ നാളെ രാവിലെ ഒന്ന് പറഞ്ഞോളാം. ഓ, പെട്ടെന്ന് ആവശ്യം തീർന്നു അല്ലേ? ഏത് സമയത്തും ആഡംബരത്തെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുമല്ലോ. ഇത്തരം പ്രവൃത്തികൾ കൾച്ചറിന്റെ ഭാഗമാണോ? എടി, നീ കൂടുതൽ ദേഷ്യപ്പെടൊന്നും വേണ്ട, ഞാനേ പോവാ. പിന്നെ നീ കണ്ടുപിടിക്കേണ്ടതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ എന്റെ ആവശ്യം നിനക്ക് വരും. മോശം. ഹലോ പ്രിയേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്റെ ഉറക്കം കളയാൻ ചിലർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്തേ, നീ തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? ഇവിടെ ആരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷെ ചേച്ചി എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാനോ? ഞാനെന്ത് ചെയ്തു? വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയെന്നല്ലാതെ വരുണുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായിരുന്നോ? മറുപടി പറ. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? പ്രിയേ, നീ ഫോൺ വെച്ചോ? ഇല്ല. ഇതിന് മറുപടി പറ. എല്ലാവരുടെ മുന്നിൽ നല്ലവള് ചമയുന്നുണ്ടല്ലോ. അടക്കോ ഒതുക്കോ ഉള്ളവളെന്ന് പേര് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം? പ്രിയേ, നീ ഫോൺ വെക്കേ. രാത്രി ശബ്ദം കേട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും വന്നു കഴിഞ്ഞാ പിന്നെ അത് പ്രശ്നവും. എല്ലാവരും വരട്ടെ, എല്ലാരും കേക്കട്ടെ. അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. വരുൺ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ ജീവനോടെ വെക്കില്ല ഞാൻ. ഹലോ ഹലോ, You are calling is currently busy. Please call again later.
ഹലോ. രാധികെ, ഞാൻ വരുണാണ്. രാധികെ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ രാധികെ. എന്തിനാ എന്നെ വിളിച്ചേ? എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? എന്നോടൊന്നും സംസാരിക്കണ്ട. എനിക്കൊന്നും കേൾക്കും വേണ്ട. ദേ, എന്റെ ശബ്ദം കേൾക്കണ്ടെന്ന് നീ പറഞ്ഞാലും നീ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാഹചര്യങ്ങൾ എത്ര അകറ്റി നിർത്തിയാലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, എന്റെയും നിന്റെയും മനസ്സിലുള്ള ഇഷ്ടം. എത്ര കാലം നിനക്കത് മൂടി വയ്ക്കാൻ പറ്റും? ജീവിതം ഒന്നേ ഉള്ളൂ, കുറച്ചു കാലമേ ഉള്ളൂ. അത് സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കണ്ടേ? ദയവായിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വാക്കുകൾ കൊണ്ട് നിഷേധിക്കാൻ നിനക്ക് എളുപ്പമാണ്, പക്ഷെ മനസ്സുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. തന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതെനിക്കറിയാം. എനിക്ക് വരുണെ കാണണം, സംസാരിക്കണം. ആ, എനിക്കതാ വേണ്ടത്. ഞാൻ വരാം, നമുക്ക് സംസാരിക്കാം. എവിടെ? ആ, ക്ഷേത്രത്തിനടുത്ത് ആ കുളക്കടവിൽ. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി, ഞാൻ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.